ഇതൊരു മാക്ബുക്ക് എയർ M1 സീരീസ് വരുന്ന മാക്ബുക്ക് എയർ ഡിസ്പ്ലേ ബ്രോക്കൺ ആയതാണ്. എൻ്റെ ഈ പോർഷനിൽ കാണുന്നതാണ് ഡിസ്പ്ലേ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു LCD ബ്രോക്കൺ ആയിട്ടുള്ള ഒരു മാക്ബുക്ക് എയർ ആണിത്. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ മാക്ബുക്കുകൾക്ക് പൊതുവേ കംപ്ലൈൻറ്റ് കൂടുതലാണ് ഡിസ്പ്ലേക്ക്. ഇതിപ്പോൾ ബ്രോക്കൺ ആയതാണെങ്കിൽ പോലും ഈ മോഡലുകൾക്ക് ബ്രോക്കൺ ആകാതെ തന്നെ ബ്ലാങ്കായി പോകുന്ന കംപ്ലയിൻസുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പുതിയ മാക്ബുക്കുകൾ വന്നത് USB-C പോർട്ടുമായിട്ട് വന്ന മിക്ക മാക്ബുക്കുകളുടെയും 2016 തൊട്ടാണ് USB-C പോർട്ടുള്ള മാക്ബുക്കുകൾ വന്നു തുടങ്ങിയത്. ആ മാക്ബുക്കുകളുടെ എല്ലാം തന്നെ ഡിസ്പ്ലേക്ക് പൊതുവേ അതിന് മുമ്പുള്ള മാക്ബുക്കുകളുടെ ഡിസ്പ്ലേ അപേക്ഷിച്ച് കംപ്ലയിൻറ്റ് റേഷ്യോ കൂടുതലാണ്. ആദ്യമേ സ്ട്രിപ്പ് ബ്രേക്ക് ആവുന്ന കംപ്ലയിൻറ്റുകളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം പുതിയതായിട്ട് വരുന്ന കംപ്ലയിൻസുകളാണ് ബ്ലാങ്കായി പോവുക, അതേപോലെ അല്ലെങ്കിൽ ഇതുപോലെ ബ്രോക്കണായി പോവുക, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കംപ്ലയിൻസുകളുണ്ട്. അപ്പോൾ പുതിയ മാക്ബുക്കുകളുടെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള സർവീസാണ്. ഇതുമായിട്ട് കമ്പനി പോയിട്ടുള്ളവർക്കറിയാം, നല്ലൊരു എമൗണ്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട്. പലർക്കും ഈ ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട് ഡിസ്പ്ലേ മാറാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എപ്പോഴും കമ്പനിയിൽ പോയി ഡിസ്പ്ലേ മാറുന്നതാണ് നല്ലത്. പക്ഷേ അത്രയും ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ഓപ്ഷനാണ്. സെക്കൻഡ് ഓപ്ഷൻസ് പലതുണ്ട്. നമുക്ക് യൂസ്ഡ് ഡിസ്പ്ലേസ് യൂസ് ചെയ്യാം. നേരത്തെ ഇതിൻ്റെ ഡിസ്പ്ലേ ഫുള്ള് സെറ്റായിട്ടായിരുന്നു മാറിക്കൊണ്ടിരുന്നത്. ഈ പോർഷൻ ഫുള്ളായിട്ട് അങ്ങ് മാറുമായിരുന്നു. ഇതിങ്ങനെ മൊത്തത്തിൽ അങ്ങ് മാറുന്ന സർവീസായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LCD മാത്രമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാക്സിമം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലപ്പോഴും ഈ പുതിയ ന്യൂ ജനറേഷൻ ആപ്പിൾ ഡിവൈസുകൾക്കൊക്കെ പാർട്സ് പെയറിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് പാർട്സുകൾക്കെല്ലാം തന്നെ യൂണിക് ID വന്നേക്കുന്നതുകൊണ്ട് ഏതൊരു പാർട്സ് അതിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സെറ്റിങ്സിൽ അറിയാൻ പറ്റും ഇത് ഇന്ന പാർട്സ് റീപ്ലേസ് ചെയ്തു എന്നുള്ളത്. പക്ഷേ നമുക്ക് ഈ മോഡലുകളിൽ ഇപ്പോൾ ഇത് M1 ആണ്, M സീരീസ് പ്രോസസ്സർ വരുന്ന മോഡലായതുകൊണ്ട് ഇതിനകത്തിപ്പോൾ ഈ ഫുൾ ലിഡ് ഫുള്ളായിട്ട് തേർഡ് പാർട്ടിയിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനി റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ പ്രശ്നമില്ല, തേർഡ് പാർട്ടിയിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രൂ ടോൺ ഫംഗ്ഷൻ ഡിസേബിൾ ആവുന്ന ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ട്. മാത്രമല്ല ഡയഗ്നോസിങ്ങിൽ സെൻസേഴ്സിൻ്റെ എറർസ് കാണിക്കും. വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് സെൻസർ എററുകളൊക്കെ കാണിക്കും. കാരണം അതിൻ്റെ സെൻസറുകളൊക്കെ മാറി വേറെ സെൻസർ വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള എററൊക്കെ കാണിക്കും. പക്ഷേ LCD മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒറിജിനൽ ഫ്രെയിമിൽ തന്നെ ഈ LCD മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യുമ്പം ഫസ്റ്റ് ഇതിൻ്റെ കോസ്റ്റ്, രണ്ട് ഇതിനകത്ത് ഇതിൻ്റെ ഒറിജിനൽ സെൻസേഴ്സ് എല്ലാം തന്നെ അതിനകത്ത് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഡയഗ്നോസിങ് ചെയ്യുന്ന സമയത്ത് എററൊന്നും കാണില്ല. അതേപോലെ ട്രൂ ടോൺ ഫംഗ്ഷൻ വർക്ക് ചെയ്യുകയും ചെയ്യും. യാതൊരുവിധ ക്വാളിറ്റി ഇഷ്യൂസൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഓൾമോസ്റ്റ് അതിനകത്തിരിക്കുന്ന അതേ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷനും പിന്നെ ക്വാളിറ്റിയും കളർ ടോണും ഒക്കെ നമുക്ക് കിട്ടും. അതേപോലെ ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഇതതിൻ്റെ ഡിസ്പ്ലേ ഊരിയെടുത്തതാണ്. ഇതിനകത്തൊന്ന് LCD റിമൂവ് ചെയ്തിട്ടുള്ള ഫ്രെയിമാണ്. ഇതാണ് ഇതിൻ്റെ LCD എന്ന് പറയുന്നത്. വളരെ തിന്നായിട്ടുള്ള ഒരു പാർട്ടാണിത്. നമ്മൾ ഈ മാക്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്രയും തിന്നായിട്ടുള്ളൊരു പാർട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്നുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ, കാരണം ഇതിനകത്ത് ഓവറായിട്ട് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. വളരെ തിന്നാണ് ഈ സാധനം. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. ഈ വളരെ സെൻസിറ്റീവ് പാർട്ടാണിത്. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെട്ടെന്ന് ബ്രോക്കൺ ആകാനുള്ള സാധ്യതകൾ കുറയും. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പാർട്ട് തന്നെയാണ് ഇതിൻ്റെ LCD എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ പോലും ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇവിടെ ചെറിയ ഒരു MM ഒക്കെ തിക്നെസ് ഉള്ള എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ലാപ്ടോപ്പിൻ്റെ അകത്ത് വെച്ച് അടച്ചിട്ട് ഇത് പൊട്ടിപ്പോന്നിട്ടുണ്ട്. അതേപോലെ കവർ ഇട്ടിട്ട് ഇതിൻ്റെ എഡ്ജിൽ തട്ടിയിട്ട് ഹാർഡ് ഷെല്ലുകൾ ഇതിലിട്ടിട്ട് ഇതിൻ്റെ എഡ്ജിൽ തട്ടി പൊട്ടി വന്നിട്ടുണ്ട്. വളരെ ചെറിയൊരു എന്തെങ്കിലും ഒരു തരി ഇരുന്നാൽ മതി ഇത് അടയ്ക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ പുതിയ മാക്ബുക്കുകളുടെ ഡിസ്പ്ലേകൾ ഹാൻഡിൽ ചെയ്യാൻ. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ പോലും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പീസാണ് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ LCD റീപ്ലേസ്മെൻറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ട്രൂ ടോൺ ഫംഗ്ഷൻ ഉൾപ്പെടെ വർക്കിംഗ് ആണ്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡയഗ്നോസിങ്ങിലൊന്നും യാതൊരുവിധ എററും വരില്ല, പെർഫെക്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ LCD റീപ്ലേസ് ചെയ്തു അന്ന് അറിയാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിലാണ് ഇത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ദൂരക്കാർ അപ്പോയിൻമെൻ്റ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ സെയിം ഡേയിൽ തന്നെ ഈ വർക്ക് ഫിനിഷ് ചെയ്ത് തരുന്നതാണ്. ഇതേപോലെ ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.